ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള ഈ ദിവസങ്ങൾ, ഈ 2 ദിവസം എനിക്കുമായിരിക്കാൻ കർത്താവ് തരുന്ന ശ്രേഷ്ഠമായ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 2022 21 ഡേയ്സ് പ്രേയറിൻ്റെ ഭാഗമായിട്ട് 2 ദിവസം എനിക്ക് കടന്നു വരാൻ കർത്താവ് സഹായിച്ചു. MG റോഡിലെ ആ ഹോളിൽ. അതിനുശേഷം പാസ്റ്ററിനോട് പറഞ്ഞു, പരിശുദ്ധ അമ്മാവിൻ്റെ ശക്തമായ ഒരു മൂവ് ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവപ്രവൃത്തികൾ കാണാൻ കഴിഞ്ഞു. ഈ സ്ഥലത്തേക്ക് മാറി. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വർഷത്തെ 40 ഡേയ്സ് പ്രേയറിന് വരാൻ ആഗ്രഹിച്ച് ടിക്കറ്റ് എടുത്തിരുന്നതാണ്. പെട്ടെന്നുള്ള ശാരീരിക ക്ലേശം കൊണ്ട് എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്രാവശ്യം കർത്താവിൻ്റെ ദാസൻ വീണ്ടും ഈ 10 ഡേയ്സ് പ്രേയറിനെ കുറിച്ച് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. ഞാൻ ഈ ഹോളിൽ കയറിയ സമയം മുതൽ ശക്തമായ ദൈവസാന്നിധ്യം അനുഭവിക്കാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം. ആരാധനയിലൊക്കെ ഞാനത് അനുഭവിച്ചുകൊണ്ട് അവിടെ നിന്ന്. പ്രൈസ് ദി ലോർഡ്. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് നിന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസങ്ങൾ. ആമേൻ. ഞാൻ മനസ്സിലാക്കുന്നു ഈ 10 ദിവസം പ്രാർത്ഥന ശക്തമായ അടുത്ത ലെവലിലുള്ള ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങളാണ്, പണിയപ്പെടുന്ന ദിവസങ്ങളാണ്, ദൈവപ്രവൃത്തി അധികമായി കാണാൻ പോകുന്ന ദിവസങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന സമയം. ആമേൻ. സ്തോത്രം. ശ്രേഷ്ഠമായ അഭിഷിക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക പാർശ്വക്കും മറ്റെല്ലാ ദൈവദാസന്മാർ, ഇവിടെ ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 2 ദിവസം കൊണ്ട് റെജി പാസ്റ്ററുടെ ആ സ്നേഹവും സഹകരണവും ഒക്കെ എനിക്ക്, കൂട്ടായ്മയൊക്കെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ ദാസന് പെട്ടെന്നുള്ള യാത്ര അതെന്നെയും ദുഃഖിപ്പിച്ചു. കുറച്ച് കർത്താവിനെ ബലപ്പെടുത്തി. ഞാൻ പാസ്റ്റർക്ക് മെസ്സേജ് ചെയ്തിരുന്നു, കർത്താവിലുള്ള പ്രത്യാശ, യേശുപ്പൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കാണുമെന്നുള്ള വലിയ ധൈര്യവും പ്രത്യാശയും. ആമേൻ. അതാണ് നമ്മളെ ബലപ്പെടുത്തുന്ന. കുടുംബത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അധികമായി കർത്താവിൻ്റെ വേലയിൽ ആ കുടുംബത്തെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ സ്നേഹിക്കുന്ന ബാംഗ്ലൂർ ചർച്ചിലെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബമായിരുന്ന ബ്രദർ രഘുവും കുടുംബവും അവർ ഇവിടേക്ക് മാറി. ബ്രദർ നിരൻ്റെ ഫാദറിനിലും മദറിനിലും ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവ് തരുന്ന ആ കൂട്ടായ്മയ്ക്ക് ഞാൻ കർത്താവിന് നന്ദി പറയും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ചില ചിന്തകൾ ഈ പ്രാർത്ഥനയോടനുബന്ധിച്ച് പ്രത്യേക ഈ തീമുമായി ചേർന്ന ചില ചിന്തകൾ തന്നിട്ടുണ്ട്. നമുക്കൊരുമിച്ച് ആ ഭാഗങ്ങൾ ചിന്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 2 ദിവസത്തെ നമ്മുടെ കൂട്ടായ്മയുടെയും പ്രാർത്ഥനയുടെയും 4 സെഷനിലും പരിശുദ്ധാത്മാവ് അടിസ്ഥാനപരമായി സംസാരിക്കാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന വേദവചന ഭാഗം നമ്മൾ ഒരുമിച്ച് വായിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം ഈ ആദ്യത്തെ സെഷനിൽ സംസാരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഫോർ അവർ meditations on 4 sessions of these 2 days. The 4 verses that we are going to read, that is Book of Acts chapter 1 verses, Book of Acts chapter 2 verses 1 to 4. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു.
അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ദൈവവചന ഭാഗം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഈ വചനഭാഗത്ത് നമ്മൾ ആരംഭത്തിൽ കാണുന്ന വാക്കാണ് when the day of Pentecost arrived. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. ഈ 10 ദിവസത്തെ പ്രാർത്ഥനയുടെ തീമായിട്ട് ദൈവസഭ എടുത്തിരിക്കുന്നത് പെന്തിക്കോസ്റ്റ്. എന്താണ് പെന്തക്കോസ്റ്റ് അല്ലെങ്കിൽ പെന്തിക്കോസ്റ്റ്? വാട്ട് ഈസ് ദിസ് പെന്തിക്കോസ്റ്റ്? ഈ പെന്തിക്കോസ്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഇസ് ആക്ച്വലി നെയിം ഓഫ് എ ജൂയിഷ് ഫെസ്റ്റിവൽ. യഹൂദന്മാരുടെ ഉത്സവത്തിൻ്റെ പേരാണ്. അവർക്ക് പല ഉത്സവങ്ങളുണ്ട്. അതിലെ ഒരു ഉത്സവത്തിന് ഗ്രീക്ക് ഭാഷയിലുള്ള പേരാണ് പെന്തിക്കോസ്റ്റ്. ഈ സെലിബ്രേഷൻ്റെ അല്ലെങ്കിൽ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെസഹ കഴിഞ്ഞിട്ട്, പെസഹയുടെ ഉത്സവം, ദ പാസ് ഓവർ ഫെസ്റ്റിവൽ, അത് കഴിഞ്ഞിട്ട് 7 ആഴ്ചയും 7 ശബത്തും ഒരു ദിവസവും കൂടെ ചേർത്ത് 50-ാമത്തെ ദിവസം അവരിത് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഈ ഫീസ്റ്റ് ഓഫ് പാസ് ഓവർ കഴിഞ്ഞുള്ള അല്ലെങ്കിൽ പെസഹ കഴിഞ്ഞുള്ള ഈ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 50-ാമത്തെ ദിവസം അവർ ഇത് ആചരിച്ചതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് വാസ് എ ഫെസ്റ്റിവൽ ഓഫ് താങ്ക്സ് ഗിവിങ് ടു ഗോഡ്. ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു അവസരമായിട്ട് അവർ ഇതിനെ ഉപയോഗിച്ചിരുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളോടുള്ള അനുബന്ധിച്ച് ദൈവം മോശയിലൂടെ അവർക്ക് കൽപ്പനകൾ കൊടുക്കുമ്പോൾ, മോശയിലൂടെ ദൈവം സംസാരിച്ച് ഇസ്രായേൽ ജനത്തെ ഒരു ദൈവത്തിൻ്റെ ജനമായി ഒരുക്കി നടത്തുമ്പോൾ അവരോട് ദൈവം സംസാരിച്ച ഭാഗമാണ് ശരിക്കും ഈ ഉത്സവങ്ങൾ. ലേവ്യ പുസ്തകം ഒന്നെടുക്കാം. ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 9 മുതലുള്ള ചില വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിൻ്റെ പിറ്റേന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗമായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ അർപ്പിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, പുളിപ്പില്ലാത്ത അപ്പം തിന്ന് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. അപ്പോൾ പാസ് ഓവർ ഫെസ്റ്റിവലിനെ കുറിച്ച് പറഞ്ഞിട്ട്, പാസ് ഓവർ ഫെസ്റ്റിവൽ കഴിഞ്ഞ ഉടനെ ഒരു താങ്ക്സ് ഗിവിങ്ങിനായിട്ട് ദൈവത്തിന് വിളവെടുക്കുന്നതിൻ്റെ കൊയ്ത്തിൻ്റെ ആദ്യത്തെ കറ്റ പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ദ ഫസ്റ്റ് ഫ്രൂട്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ഒരു താങ്ക്സ് ഗിവിങ് കൊടുക്കുന്ന ഒരു ഭാഗം അത് കഴിഞ്ഞിട്ട് ഇനി 16-ാമത്തെ വാക്യം നോക്കിയോ, വേഴ്സ് 16. 7-ാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. അതായത് പാസ് ഓവർ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു താങ്ക്സ് ഗിവിങ് ദൈവത്തിന് കൊടുത്ത് ആദ്യത്തെ കറ്റ കൊണ്ട് കൊടുത്തതിന് ശേഷം ഈ പാസ് ഓവർ കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്യുകയാണ് 7 സബത്ത്. അതായത് അതിൻ്റെ കൂടെ ഒരു ദിവസമുണ്ട്, 50 ദിവസം എണ്ണി. അവിടെ പറയുന്നത് ഇങ്ങനെയാ, 16-ാമത്തെ വാക്യം നോക്കിയേ. 7-ാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക്
പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. അപ്പോൾ ഈ 50th ഡേ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞതാണ് പുതിയ ധാന്യം കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന ഒരു ദിവസം. You shall present a grain offering of new grain to the Lord. അവിടെ അതാ പ്രത്യേകത, ന്യൂ ഗ്രെയിൻ, പുതിയ ധാന്യം. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തെ ആരാധിക്കണം. Praise the Lord. ഇത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് ദൈവം കൊടുത്ത ഒരു ആലോചനയാണ്, ദൈവം കൊടുത്തൊരു കൽപ്പനയാണ്. ഇനി നിങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ചരിത്രം അറിയാം, അവർ കടന്നുപോയ അനുഭവങ്ങൾ അറിയാം. ദൈവം അവരെ പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുപോയതിന് ശേഷമുള്ള അവരുടെ ചരിത്രം നിങ്ങൾക്കറിയാം. രാജാക്കന്മാരുടെ കാലം അറിയാം, അടിമത്വത്തിൻ്റെ കാലം അറിയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടിമത്വത്തിൽ നിന്നും, ബാബിലോണിൻ്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം അവരെ മടക്കിക്കൊണ്ടുപോവുകയും ആലയം പണിയാൻ അനുവദിക്കുകയും അല്ലെങ്കിൽ ആലയം പണിത് ദൈവത്തെ ആരാധിക്കുന്ന എസ്രായുടെയും നെഹമ്യാവിൻ്റെയും പുസ്തകത്തിൽ പറയുന്ന ചരിത്രവും നിങ്ങൾക്കറിയാം. എന്നാൽ അത് കഴിഞ്ഞിട്ട് പ്രവാചകന്മാരെല്ലാവരും ശുശ്രൂഷിച്ച് ഇസ്രായേൽ ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 400 വർഷത്തോളം ഒരു പ്രവചന ശബ്ദമോ ഒരു ദൈവത്തിൽ നിന്നുള്ള ദൂതോ ലഭിക്കാത്ത ഒരു കാലഘട്ടം. പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ സന്ദേശങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ആ പുസ്തകങ്ങൾ, മലാക്കി പുസ്തകം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാലം. ഒരു 400 വർഷത്തോളം ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു ശബ്ദവും കേൾക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്തുള്ള ഒരു ചരിത്രം, അതാണ് ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് ദൈവത്തിൽ നിന്നും ഒത്തിരി അകന്നുപോയ ഒരു ജനം. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, they were under severe oppression. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഭരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ 2 പ്രധാന ജനറൽ കോൺസൂൾസ് അവർ രാജ്യം 2ആയിട്ട് തിരിച്ചു ഭരിക്കുമ്പോൾ സെലൂക്യർ എന്ന് പറയുന്നതിന് ആ ഭരണത്തിൻ്റെ കീഴിലേക്ക് ഇസ്രായേൽ ജനം വരുമ്പോൾ വീണ്ടും ആലയം പൊളിച്ചു കളയുകയും ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ അവരെ ഭയങ്കരമായി ദ്രോഹിക്കുന്ന ഒരു കാലവും. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള സമയമാണ് നമ്മൾ പുതിയ നിയമത്തിൽ വായിച്ചു തുടങ്ങുമ്പോൾ റോമൻ ഭരണം എന്ന് പറയുന്നു. അപ്പോൾ റോമക്കാരുടെ ഭരണം ഇതിൻ്റെ ഏറ്റവും അവസാനം BC 90 മുതലാണ് അതുണ്ടാകുന്നത്. അപ്പോൾ ഈ റോമക്കാരുടെ ഭരണം വരുമ്പോഴേക്കും യഹൂദന്മാർ അവരുടെ ഉപദ്രവത്തിൽ നിന്നും അവർ തന്നെ സമരമുണ്ടാക്കി, അല്ലെങ്കിൽ അവർ തന്നെ പ്രശ്നമുണ്ടാക്കി, അവർ തന്നെ രാജാവിനോട് എതിർത്ത് മക്കാവിയൻ വാർ എന്നൊക്കെ പറഞ്ഞൊരു യുദ്ധമൊക്കെ ഉണ്ട്. ആ യുദ്ധത്തിൽ ജയിച്ച് അവർ തന്നെ അവരുടെ രാജ്യമുണ്ടാക്കിയിരിക്കുകയാണ്. അവരെ ഭരിക്കാൻ റോമാക്കാരെന്ത് ചെയ്തു? ഈ ഹെറോദ് എന്ന് പറയുന്ന രാജാവിനെ ഏൽപ്പിച്ചു. പക്ഷേ റോമൻ ഭരണത്തിൻ്റെ കീഴിലാണ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ദൈവത്തിൽ നിന്നും പ്രാപിച്ച കൽപ്പനകളും ദൈവത്തിൽ നിന്നും പ്രാപിച്ച സന്ദേശങ്ങളുമൊക്കെ വ്യത്യസ്തമായ രീതിയിലേക്ക് മാറ്റി ഒരു മതം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ പ്രാപിച്ച് ദൈവം പറഞ്ഞതിനനുസരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. രാജാക്കന്മാരുടെ കാലത്ത് പോലും ദൈവം രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രവാചകന്മാരുടെ കാലത്ത് അപ്പം ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ കാലത്ത് എന്ത് സംഭവിച്ചു? ദൈവത്തിൽ നിന്നും പണ്ട് പ്രാപിച്ച, പണ്ട് കേട്ട, പണ്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ചേർത്ത് വെച്ച് അവർക്കറിയാവുന്ന രീതിയിൽ ഒരു മതമായി മാറി. എന്നിട്ട് അതിനെ ഭരിക്കാൻ പൊളിറ്റിക്കൽ ഭരണം വേറെ, അത് റോമൻ ചക്രവർത്തി, അതിൻ്റെ കീഴിൽ ഹെറോദ്, അതിൻ്റെ കീഴിൽ യഹൂദ നേതാക്കന്മാരെ, മതപരമായ നേതാക്കന്മാരെ അതിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. സോ ദേ വർ ആക്ച്വലി റിലീജിയസ് ലീഡേഴ്സ്. ദേ വർ ദ വൺ
appointed to lead the people to worship God. ദൈവത്തെ ആരാധിക്കാൻ അവരാണ് ലീഡ് ചെയ്യേണ്ടത്. പക്ഷേ അവരെന്ത് ചെയ്തു? അവർ മതത്തെ ഭരിക്കുന്ന അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നവരെ പോലെ മത എന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റേഴ്സായി മാറി, ശുശ്രൂഷക്കാരല്ല. അപ്പോൾ ഒരു സമയത്ത് മോശ എന്തു ചെയ്തുകൊണ്ടിരുന്നു? ഒരു സമയത്ത് പ്രവാചകന്മാരായ ശൗമേലും യെരമ്യാവും യെശയ്യാവും ഒക്കെ എന്തു ചെയ്തുകൊണ്ടിരുന്നു? ഏലിയാവ് എന്ത് ചെയ്തു? അതൊന്നുമല്ല ഇവർ ചെയ്യുന്നത്. പ്രൈസലോ, അനന്യാസ്, കയ്യഫാവ്, പ്രൈസലോ, അവരെന്താ ചെയ്യുന്നത്? അവർ ഹെരോദ രാജാവിൻ്റെ കീഴിൽ ദേവാലയത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യേണ്ടവരാ. പക്ഷേ രാജാവിനെ പ്രസാദിപ്പിക്കുക, രാജാവിനെ സന്തോഷിപ്പിക്കുക, ജനത്തെ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കുക, ഏതെല്ലാം തരത്തിൽ അവരെ ഭരിക്കുക, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതായി അവരുടെ രീതി. ഇനി കർത്താവിൻ്റെ കാലത്ത് കർത്താവ് ആലയം ശുദ്ധീകരിച്ചു. എന്തായിരുന്നു കാരണം? ആലയത്തിൽ ബിസിനസ് നടന്നു. അത് എന്ത് ബിസിനസ്സായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ദൈവം പറഞ്ഞ കൽപ്പനകൾ, ദൈവം പറഞ്ഞ, ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ഏറ്റവും പാസ് ഓവറിനൊക്കെ കൊണ്ടുവരേണ്ടുന്ന ആ യാഗവസ്തുവിൻ്റെ അല്ലെങ്കിൽ യാഗം കഴിക്കാൻ കൊണ്ടുവരുന്ന അനിമലിൻ്റെ ഏറ്റവും യോഗ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവരുന്നവരെ വഴിയിൽ മാറ്റി നിർത്തിയിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യും. അതെന്തിനാണെന്നറിയോ? അത് വാങ്ങിക്കുന്ന ബ്രോക്കർമാരുണ്ട്. അത് വാങ്ങിച്ച് ഈ മത നേതാക്കന്മാർക്ക് വയ്ക്കും. കാരണം എന്താ? യാഗം കഴിക്കാൻ ഏതായാലും പോരെ. പ്രൈസലോ, യാഗം കഴിക്കാൻ അവിടം വരെ കൊണ്ടുവരും. പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ? യാഗം കഴിക്കാൻ പോരെ, അതിഞ്ഞതാ എന്തിനാ ഇവർക്ക് ഭക്ഷിക്കാൻ. പ്രൈസലോ, സ്ഥിതി മാറിയ ഒരു സമയം. കർത്താവ് ശുശ്രൂഷിക്കുന്ന, കർത്താവ് ജനത്തോട് സംസാരിക്കുന്ന ഒരു കാലം ഇതായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, സർപ്പസന്തതികളെ, ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. പ്രൈസലോ, ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിൻ്റെ കാലത്ത് പെന്തക്കോസ്ത് എന്നൊരു ഉത്സവം യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഉത്സവത്തിൽ ദൈവം പറഞ്ഞ പുതിയ ഗ്രെയിൻ, പുതിയ ആ ധാന്യവുമായിട്ട് വന്നുള്ള സെലിബ്രേഷൻ, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടെന്ന, ആരാധിക്കേണ്ടെന്ന ആരാധന അതുണ്ടായിരുന്നില്ല. മറിച്ച് പുതിയ ധാന്യവുമായിട്ട് വരുന്നവരെ വഴി തടഞ്ഞ് അതിനെ ബൈപ്പാസ് ചെയ്ത് അവരുടേതായ ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരുന്ന മത നേതാക്കന്മാരുടെ ഒരു കാലം. പ്രൈസ് ലോർഡ്. അങ്ങനെയുള്ള നടക്കുന്ന സാഹചര്യത്തിൽ, ഇതുപോലെയുള്ള രീതികൾ നടക്കുന്ന സാഹചര്യത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ യെരൂശലേം വിട്ട് പോകരുത്. ആമേൻ. പ്രൈസ് ലോർഡ്. കാരണം എന്താ? യേശു കർത്താവിൻ്റെ ദൈവം അയച്ച ആ പദ്ധതി, അതിനെയൊക്കെ ഒന്ന് റീഡിഫൈൻ ചെയ്യുന്ന, പെന്തക്കോസ്തിനെ റീഡിഫൈൻ ചെയ്യുന്ന ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ അതിന് നിങ്ങളെ ആവശ്യമുണ്ട്. പ്രൈസ് ലോർഡ്. എന്താ ശരിക്കുള്ള പെന്തക്കോസ്ത്? യേശു കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുക. ആമേൻ. താൻ കടന്നു വന്ന ദൈവിക പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കണം. അതിന് ഈ ശിഷ്യന്മാരെ വേണം. അതിനുവേണ്ടി താൻ ഇങ്ങനെ കഴിഞ്ഞ വർഷങ്ങൾ, 3.5 വർഷത്തോളം ഗലീലയിൽ നിന്നും കൂട്ടി അവരെ കൊണ്ട് നടന്ന് പഠിപ്പിച്ച് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ജീസസ് വാണ്ടഡ് ടു റീഡിഫൈൻ. ആമേൻ. ആ പെന്തക്കോസ്തിൻ്റെ ആ ദിവസം
അത് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു ദിവസം, മുൻകൂട്ടി തീരുമാനിച്ചൊരു ദിവസം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്നത്തെ പഴഞ്ചൻ രീതികളെ, പഴഞ്ചൻ സാഹചര്യങ്ങളെ, പഴഞ്ചൻ ആരാധനയെ, പഴഞ്ചൻ സ്റ്റൈലുകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാ ആ ദിവസം യെരൂശലേമിൽ നടന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ പെന്തക്കോസ്ത് എന്നുള്ള പേര്, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയിൽ ഈ പെന്തക്കോസ്ത് എന്നുള്ള പേര് എന്ന് മുതലാണ് പോപ്പുലറായിരുന്നു. ഇത് യഹൂദന്മാരുടെ ഇടയിൽ ഉത്സവമായിരുന്നു. ദൈവസഭ ആരംഭിക്കുന്നത് ഈ ദിവസമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങിയ ദിവസമാണ് സഭ തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ വർഷങ്ങളോളം, ആമേൻ, ആദ്യ നൂറ്റാണ്ടുകൾ ഈ അനുഭവത്തിൽ തന്നെയായിരുന്നു. പക്ഷേ മധ്യകാലഘട്ടം വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുടെ അനുഭവത്തിൽ നിന്ന് സഭ മാറിപ്പോയി. പാരമ്പര്യം, പ്രൈസ് ദി ലോർഡ്, ക്രൈസ്തവ വിശ്വാസമല്ല മതമായ കാലങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ ഒരു സഭയുടെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ അറിയാം, മതമായ ഒരു കാലം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി, പ്രവൃത്തി, അതിൻ്റെ ആ തുടർച്ച, ആമേൻ, ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിച്ച ആ നിലയിലുള്ള അനുഭവം മുന്നോട്ട് പോകാതെ ഇരിക്കുന്ന കാലങ്ങൾ. അപ്പോൾ ദൈവവചനം തന്നെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്തൊരു കാലം. തർജ്ജമ ചെയ്തവരെ തടവറയിലിട്ട് കൊന്നുകളഞ്ഞൊരു കാലം. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം സാധാരണക്കാരുടെ ഭാഷയിലില്ല. എന്താ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു കാലം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിൽ നിന്നും ദൈവസഭയെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ചിലരെ എഴുന്നേൽപ്പിച്ചു. ഗോഡ് യൂസ് സം മെൻ ആൻഡ് വിമൻ ടു റിഫോം ദ ചർച്ച്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉണർവുകളുണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണർവുണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഒരു ഉണർവ് 1906 അസൂസ സ്ട്രീറ്റ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് നടന്ന ഒരു ആ ഉണർവിനെക്കുറിച്ച് മറ്റുള്ളവർ എഴുതി. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യൻ ജേർണൽസ്, ക്രിസ്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് ഹാവ് റിട്ടൺ, പബ്ലിഷ് ദ ന്യൂസ്, പെന്തിക്കോസ്റ്റ് ഹാസ് കം. പെന്തക്കോസ്ത് വന്നു. അങ്ങനെയാണ് ഈ വാക്ക് വീണ്ടും പോപ്പുലറാവുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ആ ഉണർവിനെക്കുറിച്ച് പെന്തക്കോസ്റ്റ് ഹാസ് കം എന്ന് പറഞ്ഞു, പെന്തക്കോസ്ത് വന്നെന്ന് പറഞ്ഞു? അതുവരെയുള്ള 19 സെഞ്ച്വറീസ്, ആമേൻ, 19 നൂറ്റാണ്ടുകളോളം പറയാത്ത ഒരു കാര്യം. ഹല്ലേലൂയ. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ദൈവവചനത്തിൻ്റെ ചില ദൂതുകളിലേക്ക് അടക്കാം. വില്യം ജെ സെയ്മൂർ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻകാരൻ, ഒരു ചെറുപ്പക്കാരൻ, 19 വയസ്സ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലെ വെയിറ്ററായി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ. തൻ്റെ ഹൃദയത്തിൽ ദൈവവചനം പഠിക്കണമെന്നുള്ള ആഗ്രഹം. 20ാം നൂറ്റാണ്ടിൻ്റെ ബിഗിനിങ് ഓഫ് 20th century, ആ സമയത്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ സിസ്റ്റം, വ്യവസ്ഥ എന്ന് പറയുന്നത്, ആമേൻ, വെള്ളക്കാർ, മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, ഈ ഭയങ്കരമായ വേർതിരിവുണ്ട്. അമേരിക്കൻ ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്കറിയാം, ആഫ്രിക്കയിൽ നിന്ന് സ്ലേവ്സ് ആയിട്ട് കൊണ്ടുപോയി ഒരുപാട് ജനത്തെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോയി. സ്ലേവ് മാർക്കറ്റ്സുകൾ യൂറോപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയവരാണ് അവിടെ ഉള്ളത്. ഒരു സൈഡിൽ
ക്രൈസ്തവ സഭ, എല്ലാ ഡിനോമിനേഷൻസും ഉണ്ട്. പ്രൊട്ടസ്റ്റൻ്റ് ഡിനോമിനേഷൻസ്, അവരെല്ലാവരും ഞായറാഴ്ച തോറും ആരാധിക്കും. പക്ഷെ അവരെല്ലാം സ്ലേവ് മാസ്റ്റേഴ്സാണ്. അവരുടെ ഫാമുകളിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടുന്ന വേതനം കൊടുക്കാതെ എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്യാമോ അത് ചെയ്തിട്ടാണ് ഞായറാഴ്ച ആരാധനയ്ക്കിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരോട് സുവിശേഷം പറയത്തില്ല. പറഞ്ഞാൽ അവരും സഭയിൽ വന്നു പോയെങ്കിലോ. മനസ്സിലോ? അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉള്ളിടത്ത് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ, ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമാണ് വചനം പഠിക്കണം, വചനം പഠിക്കണം. പ്രീസ്ലോ. ചാൾസ് പെർഹാം എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, വെള്ളക്കാരൻ തുടങ്ങിയ ഒരു ചെറിയ ബൈബിൾ സ്കൂളിൽ അദ്ദേഹം സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് പഠിച്ച് ഏറ്റവും അവസാനത്തെ വരിയിലിരുന്ന് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാതെ പഠിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് വചനത്തിൽ കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ആഗ്രഹമായി ഇത് പ്രസംഗിക്കണം. ആമേൻ. അദ്ദേഹത്തിന് ലോസ് ആഞ്ചൽസിൽ നിന്ന് ഒരു ക്ഷണം കിട്ടി, ഇൻവിറ്റേഷൻ. അപ്പോൾ ഇദ്ദേഹം ടെക്സാസിലാണ്. അവിടെ നിന്ന് വളരെയധികം കഷ്ടപ്പെട്ട് ട്രെയിൻ കയറിയൊക്കെ അവിടെ എത്തി. ആ പള്ളിയിൽ ആദ്യത്തെ ശുശ്രൂഷ, ആദ്യത്തെ മീറ്റിങ്ങിൽ, ആദ്യത്തെ സെഷനിൽ അദ്ദേഹം പ്രസംഗിച്ചു ഈ ദൈവവചന ഭാഗത്തു നിന്നും. ആക്ട്സ് ചാപ്റ്റർ 2 verses 1 to 4. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് പ്രസംഗിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വരുന്നതിനെക്കുറിച്ച്. വൈകിട്ടത്തെ സെഷനിൽ വരുമ്പോൾ ആ ചർച്ചിൻ്റെ ഡോറെല്ലാം ക്ലോസ് ചെയ്തിരിക്കുക. അവർ പറഞ്ഞു, നിനക്കതിന് യോഗ്യതയില്ല പ്രസംഗിക്കാൻ, നീ പ്രസംഗിക്കണ്ട, ഈ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് മടങ്ങിപ്പോകാനുള്ള വാഹനത്തിൽ ടിക്കറ്റ് എടുക്കാൻ പോലുമുള്ള പണമില്ലാതെ രാത്രിയിൽ വഴിയിലൂടെ നടക്കുമ്പോൾ, അർദ്ധരാത്രിയിൽ, അന്ന് രാവിലത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ആ വഴിയിലൂടെ വരിക, ഓസ്ബറി എന്ന് പറയുന്നു. പാസ്റ്റർ, എന്താ ഇവിടെ? മീറ്റിംഗ് ക്യാൻസലായി, എനിക്ക് പോകാൻ പണമില്ല. ആ ദൈവദാസൻ പറഞ്ഞു, ആ ദൈവവിശ്വാസി പറഞ്ഞു, പാസ്റ്റർ രാവിലത്തെ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്താ. പാസ്റ്റർ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക, നമ്മുടെ വീട്ടിൽ ഒരു യോഗം തുടങ്ങാം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറയാം, പാസ്റ്റർക്ക് പോകാനുള്ള വണ്ടിക്കൂലികളുടെ പണം ഓഫറിംഗ് ആയി കിട്ടുമ്പോൾ നമുക്ക് നിർത്താം, അതുവരെ നമുക്ക് നടത്താം. അങ്ങനെ തുടങ്ങിയ ഒരു മീറ്റിംഗ്. പ്രൈസലോ. ഒരാഴ്ച കൊണ്ട് തീർന്നില്ല. ആ മുറി, അത് അവരുടെ ആ ഡ്രോയിങ് റൂമിൽ സ്ഥലമില്ലാതെയായി. വരുന്നവർ ദൈവശക്തി പ്രാപിക്കാൻ തുടങ്ങി, അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിക്കാൻ തുടങ്ങി. അവരവിടെ നിന്ന് അസൂസ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിലേക്ക്, ഒരു പഴയ പള്ളിയുടെ, പ്രൈസ് ലോർഡ്, ഉപയോഗിക്കാതെ കിടന്ന ഒരു ഹോളിലേക്ക് ആ മീറ്റിംഗ് മാറ്റി. ജനം അവിടെ നിന്നും വരാൻ തുടങ്ങി, എല്ലായിടത്തു നിന്നും വരാൻ തുടങ്ങി. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അതുവരെ ഉണ്ടായിരുന്ന വ്യവസ്ഥകളെ തെറ്റിച്ചു, കളറിൻ്റെ വ്യവസ്ഥയെ തെറ്റിച്ചു, ഭാഷയുടെ വ്യവസ്ഥയെ തെറ്റിച്ചു. ആമേൻ. അതുവരെ ഉണ്ടായിരുന്ന വേർതിരിവുകൾ, എവറി സോഷ്യൽ സിസ്റ്റംസ് ഹാവ് ബീൻ ചേഞ്ച്ഡ്. പ്രൈസ് ദി ലോർഡ്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വ്യവസ്ഥിതികളും മാറി. ആമേൻ. അതൊരു ഭയങ്കര സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് വരെ ജനം അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നോ അതൊക്കെ മാറുന്ന യോഗമാണ് അവിടെ നടന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിവിധ ഭാഷക്കാർ, വിവിധ നിറമുള്ളവർ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ച് കൂടി വന്ന് ഇത് തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ജനം പറഞ്ഞു, ഇത് പെന്തിക്കോസാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്താ ഇത് 1-ാം നൂറ്റാണ്ടിൽ നടന്നതിൻ്റെ തുടർച്ചയാണ്. ആമേൻ. അങ്ങനെയാണ് ഈ വാക്ക് വീണ്ടും പോപ്പുലറാകുന്നത്. നമ്മൾ ഈ ആഴ്ചയിൽ അല്ല ഈ 10 ദിവസം ഈ ടീമുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പഴയ
സിസ്റ്റങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വേർതിരിച്ചത് എന്തിനാണ്? ആമേൻ. നമ്മളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ഈ തീമിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടട്ടെ. ഞാനതാ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ പഴയ പല സിസ്റ്റങ്ങളിലുണ്ടായിരുന്നവരാ. അതിലൊരു പക്ഷേ കൊരുത്ത് കടന്നവരാ. അതിൽ നിന്നും പുറത്ത് കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഏതെല്ലാം തരത്തിൽ, ചില ചലഞ്ചസിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം, ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ പുറത്ത് കൊണ്ടുവന്ന് നമ്മളിവിടെ കൂട്ടി വരുത്തിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ ഓരോരുത്തരെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആമേൻ. God has a plan and purpose for each one of you. Amen. Praise the Lord. So ഈ പെന്തിക്കോസ്റ്റ് തീമിലൂടെ നമുക്ക് ചിലത് പഠിക്കാനുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്നത്തെ കറപ്റ്റഡ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ കറപ്റ്റഡ് ജൂയിഷ് സിസ്റ്റത്തിൽ നിന്നും, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെ ആമേൻ ചിലത് സംഭവിച്ചെങ്കിൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവസഭ ആരംഭിക്കുന്നതിന് ആ ദിവസം കാരണമായെങ്കിൽ, ആമേൻ, അസൂസ സ്ട്രീറ്റ് റിവൈവിലൂടെ ചില സിസ്റ്റത്തിന് മാറ്റം വരുത്തിയെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു പൈശാചിക മണ്ഡലങ്ങൾ വെച്ചിരിക്കുന്ന സിസ്റ്റംസിനെ, ആമേൻ, ചില 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 ട്രഡീഷൻസിനെ, ആമേൻ, ബ്രേക്ക് ചെയ്യുന്ന ദിവസങ്ങളാണ്. ചില സിസ്റ്റംസ് മാറ്റി പരിശുദ്ധാത്മാവ് പുതിയ സിസ്റ്റം ഉണ്ടാക്കുന്ന ദൈവപ്രവൃത്തികൾ നടക്കുന്ന ദിവസങ്ങളാണ്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന ദിവസങ്ങളാണ്. അതിനുവേണ്ടി ദൈവസഭയെ, ദൈവജനത്തെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനകളിലൂടെ പുറത്തു വരുമ്പോൾ ദൈവപ്രവൃത്തിയുടെ പുതിയ തലങ്ങൾ ഓപ്പണാകുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ദൈവാത്മാവ് എനിക്ക് തന്നത് ഈ പെന്തക്കോസ്തിൻ്റെ ആ ദിവസത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് യേശു കർത്താവ് ഈ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ജീസസ് വാസ് ലീഡിങ് ദം ടു പെന്തിക്കോസ്റ്റ്. യേശു കർത്താവ് അവരെ പെന്തിക്കോസ്റ്റിലേക്ക് നടത്തുകയായിരുന്നു. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവാത്മാവ് തന്നൊരു വാക്കാണ് പ്രോസസ് ടു പെന്തിക്കോസ്റ്റ്. ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇതാണ്, പ്രോസസ് ടു പെന്തിക്കോസ്റ്റ്. പെന്തിക്കോസ്റ്റിലേക്കുള്ള ഒരു പ്രോസസ്സ്, കർത്താവ് ആഗ്രഹിച്ചൊരു പ്രോസസ്സ്. കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ ആരംഭത്തിൽ അത് പറയുന്നില്ല, പക്ഷേ കർത്താവ് അതിലേക്ക് അവരെ ലീഡ് ചെയ്യുകയായിരുന്നു. ആമേൻ. സ്തോത്രം. അപ്പോസ്തലരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ നോക്കിക്കേ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സസ് 2 and 3. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. മതി. അവിടെ നാം ഇങ്ങനെ വായിക്കുന്ന, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 40 ദിവസം വീണ്ടും കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുക. എൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആമേൻ. അത്രയും നാൾ പഠിപ്പിച്ചില്ലേ? ഗലീലയിൽ നിന്ന് തുടങ്ങിയതാ. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചാൽ 9-ാമത്തെ അധ്യായം മുതൽ നമ്മളൊരു യാത്രയാണ് കാണുന്നു. യേശു കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര. ആ യാത്ര അവസാനിക്കുന്നത് യെരുശലേമിലാണ്. അപ്പോൾ ഇങ്ങനെ കൂടെ കൊണ്ടു നടന്ന് ഒത്തിരി പഠിപ്പിച്ചതാ. ജീസസ് വാസ് ടീച്ചിങ് ദം വെരി ക്ലിയർലി. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രത്യേകം പഠിപ്പിച്ചു. പിന്നെ വീണ്ടും എന്തായിരുന്നു കാര്യം? ആമേൻ. സ്തോത്രം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യേശു കർത്താവ് ശരിക്കും അവരെ പെന്തിക്കോസ്റ്റിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ he was very particular. He wanted to lead them
to the Pentecost through a process. So Jesus was processing them to Pentecost. അവരെ പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ആമേൻ. ഓക്കെ, നമുക്ക് ചിന്തിക്കാം എന്തുകൊണ്ട് അവരെ പഠിപ്പിക്കേണ്ടി വന്നു. ഈ ആക്സ് എഴുതിയ ലൂക്ക് തന്നെ, ലൂക്കോസിൻ്റെ സുവിശേഷം എടുത്ത് ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 11 and 12. ലൂക്കോസിൻ്റെ സുവിശേഷം 24:11-12 വാക്യങ്ങൾ. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. എന്താ പറഞ്ഞേ? ഈ വാക്ക് അവർക്ക് ഏത് വാർത്തയാ അത്? യേശു കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ചുള്ള വാർത്ത. ആമേൻ. അപ്പോൾ ലൂക്കോസ് പറയുക, ലൂക്കോസ് ശിഷ്യന്മാരുടെ കൂടെ നടന്ന് ഇതെല്ലാം നന്നായിട്ട് അറിഞ്ഞ ആളാണ്, നന്നായിട്ട് മനസ്സിലാക്കിയ. ലൂക്കോസ് എഴുതിയതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാ? ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, അദ്ദേഹം വളരെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി എഴുതിയെന്നാണ് പറയുന്നത്. പ്രീസലോ. അപ്പോൾ വേഴ്സ് ചാപ്റ്റർ 24 അതിൻ്റെ 11-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ വാക്ക് എന്താ? ഏത് വാക്ക്? യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് അതിന് തൊട്ട് മുമ്പ് പറയുന്നുണ്ട്. അവർ മഗ്ദലക്കാരത്തി മറിയ, യോഹന്നാൻ്റെ യാക്കോബിൻ്റെ അമ്മ മറിയ, അവർ പോയിട്ട് അപ്പോസ്തലന്മാരോട് പറയുക, യേശു കർത്താവിൻ്റെ ശരീരം കണ്ടില്ല, ഉയർത്തെഴുന്നേറ്റു. ഇത് കേട്ടപ്പോൾ ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. ഇനി 12. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു, സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. പീറ്റർ marveling at what happened, ആശ്ചര്യപ്പെട്ടു. Praise the Lord. എത്ര പ്രാവശ്യം യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് അവരോട് തൻ്റെ ഉയർപ്പിനെക്കുറിച്ച്, ക്രൂശീകരണവും ഉയർപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആമേൻ. ഇംഗ്ലീഷിൽ പറയുന്ന നോൺസെൻസ് ആയിട്ട് തോന്നിയെന്ന്. ആമേൻ. ഇനി വേഴ്സ് 23 നോക്കിയാൽ അതിൻ്റെ തന്നെ 23-ാമത്തെ വാക്യം. അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ആമേൻ. ഇത് എമ്മോസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ. അവർ യേശു കർത്താവ് അവരുടെ കൂടെ നടക്കുകയാണ്, അവർ വർത്തമാനം പറയുകയാണ്. യെരുശലേമിൽ നടന്ന കാര്യം നീ അറിഞ്ഞില്ലയോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുക, ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ ചെന്ന് കല്ലറയ്ക്കൽ ചെന്ന് നോക്കി, സ്ത്രീകൾ പറഞ്ഞ പോലെ തന്നെ അവനെ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിന് മുമ്പുള്ള വാക്യം നോക്കിക്കേ, ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. They couldn't believe, they couldn't accept it. Praise the Lord. അപ്പോൾ യേശു കർത്താവ് കൂടെ നടന്ന് ഇത് സംസാരിക്കുമ്പോഴും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇനി പ്രൈസ് ദി ലോർഡ് അതിൻ്റെ 30-ാമത്തെ വാക്യം വേഴ്സ് 30. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഇങ്ങനെ വായിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം ആ സംഭവം. യേശു കർത്താവ് കൂടെ നടന്നിട്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവസാനം അവരിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ആമേൻ അവർ പറയുക, അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അപ്പോൾ 3.5 വർഷത്തോളം കൂടെ നടന്നു, കേട്ടു, പഠിച്ചു. വീണ്ടും ഈ ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത അറിഞ്ഞിട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ ഇരിക്കുമ്പോൾ യേശു കർത്താവ് അപ്പമെടുത്ത് നുറുക്കി അന്നേരം അവനെ അറിയുക. പ്രൈസ് ദി ലോർഡ്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ 40 ദിവസത്തിനിടയിലാണ്. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞുള്ള 40 ദിവസത്തിനിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്
ഇപ്പോൾ നടക്കുന്നത്. വിശ്വസിക്കാൻ കഴിയാതിരുന്ന ശിഷ്യന്മാരെ യേശു കർത്താവ് അടുത്ത് വന്ന് പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ കണ്ണു തുറന്ന് യേശുവിനെ കാണുകയാണ്. That was something they missed. Amen. They knew Jesus. They learned from Jesus, but they could not see him through their spiritual eyes. അവരുടെ ആത്മീയ കണ്ണുകൊണ്ട് യേശു കർത്താവിനെ കാണേണ്ട പോലെ, അറിയേണ്ട പോലെ അറിഞ്ഞില്ലായിരുന്നു. Praise Lord. They failed, miserably failed. That is why Jesus had to teach them one more time. Praise Lord. ഈ 40 ദിവസത്തിൽ നമ്മളവിടെ വായിക്കുന്ന എന്താ? ദൃഷ്ടാന്തങ്ങളാൽ എന്ന് പറഞ്ഞാൽ അതുവരെ പഠിപ്പിച്ചതുപോലെയല്ല, വ്യക്തമായിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടി പഠിപ്പിക്കുക. Praise Lord. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളവിടെ നിന്ന് പഠിക്കുന്നത് എന്താ? യേശു കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ അവനെ അറിയാൻ കഴിയുന്നു. Praise the Lord. They were able to know Jesus. ഇനി 32-ാമത്തെ വാക്യം നോക്കിക്കേ, verse 32. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇപ്പൊ അവർ പറയുകയാണ്, Praise the Lord. While he talked to us, our hearts burn within us. ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഹൃദയം കത്തി, പക്ഷെ ആ കത്തൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. Praise the Lord. ഇനി അടുത്ത ഭാഗം നോക്കിക്കേ, ആ വാക്യത്തിൽ തന്നെ ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ്. അതിനു മുമ്പ് അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന്. ഓപ്പൺ ടു us the scripture എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നു. വചനത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ, റിവീൽ ചെയ്തപ്പോൾ, റെവലേഷൻ ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ, ഞങ്ങൾക്ക് ആ കത്തൽ വന്നപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കർത്താവ് ആഗ്രഹിച്ചതാ, വചനത്തിൻ്റെ വെളിപ്പാട് വരുമ്പോൾ കത്തണം, ഹൃദയം കത്തണം, കത്തിയിട്ട് കർത്താവിനെ അറിയണം. Praise the Lord. That is what Jesus wanted them to go through that process. Amen. യേശു കർത്താവ് ആഗ്രഹിച്ചത് അതാണ്. അതിനുവേണ്ടി അത് കഴിഞ്ഞ വർഷങ്ങളിലില്ല എന്ന് കണ്ടപ്പോൾ കർത്താവ് വീണ്ടും അവരെ പഠിപ്പിക്കുക ഈ 40 ദിവസം. കാരണം എന്താ? ഒരു വലിയ ദിവസം വരുന്നുണ്ട്. Amen. A day of Pentecost is waiting for them. They had to go through this process. ഈ പ്രോസസ്സിലൂടെ പോകാതെ ആ ഡേ ഓഫ് പെന്റിക്കോസ്റ്റിൻ്റെ അനുഭവം അവർക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. കണ്ണുകൊണ്ട് വെറുതെ കണ്ടാലല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആത്മീയ കണ്ണ് തുറന്ന് കർത്താവിനെ കാണാൻ, വചനത്തിൻ്റെ വെളിപ്പാട് വരുമ്പോൾ ഹൃദയം കത്തി കർത്താവിൻ്റെ ആ വചനം പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ കർത്താവ് ആ പ്രോസസ്സിലേക്ക് അവരെ നയിക്കുകയാ. Praise the Lord. മിസറബിളി ഫെയിലായ ശിഷ്യന്മാരെ കർത്താവ് വീണ്ടെടുക്കുന്നൊരനുഭവമാണ്. കാരണം കർത്താവ് തള്ളിക്കളയത്തില്ല. ആമേൻ. പരാജയപ്പെട്ടവരെ കർത്താവ് ചേർത്ത് പിടിക്കുക. നോ, എനിക്ക് നിങ്ങളെ വേണം, എനിക്ക് നിങ്ങളെ വേണം. ഐ നോ വേർ യു ഫെയിൽഡ്. നീ പരാജയപ്പെട്ട എവിടാന്ന് എനിക്കറിയാം. നിന്റെ കണ്ണ് തുറക്കാതിരുന്ന അവസ്ഥ എനിക്കറിയാം. നിന്റെ ആത്മീയ കണ്ണ് തുറക്കാതെ പൂർണ്ണമായി നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത് എനിക്കറിയാം. വചനത്തിന്റെ വെളിപ്പാട് ഉൾക്കൊള്ളാൻ കഴിയാതെ നീ സംശയിച്ചത് എനിക്കറിയാം. പക്ഷേ ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. I want you. എനിക്ക് നിന്നെ ഉപയോഗിക്കണം. നിനക്ക് വേണ്ടി ഒരു ഡേ ഓഫ് പെന്റിക്കോസ്റ്റ് ഒരുങ്ങുന്നുണ്ട്. ദൈവപ്രവൃത്തിയുടെ ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടുന്ന ഒരു ദിവസം ഒരുങ്ങി വരുന്നുണ്ട്. I want you to go through this process. ദൈവമക്കളെ, കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ഈ ദിവസങ്ങൾ അതിൻ്റെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്. ഹല്ലേലൂയ.
നമ്മോട് തന്നെ ശോധന ചെയ്യുന്ന ദിവസങ്ങൾ. കർത്താവ്, എവിടെയാണ് എനിക്ക് പരാജയമുണ്ടായത്? എവിടെ എനിക്ക് അങ്ങയുടെ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവ് കാണാൻ കഴിയാതെ എൻ്റെ കണ്ണടഞ്ഞു പോയത്? അതൊന്ന് മാറട്ടെ. ആ കണ്ണിലെ തിമിരമൊന്ന് മാറ്റിയിട്ട് ഞാൻ അങ്ങയെ കാണാൻ കഴിയുന്ന വചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് ഞാൻ കയറുന്ന ഒരനുഭവം. ആമേൻ. നമ്മൾ വചനം വായിക്കുന്നവരാ, വചനം പഠിക്കുന്നവരാ, പക്ഷേ വചന വെളിപ്പാടിലേക്ക് കയറട്ടെ. കർത്താവ് അതാ ആഗ്രഹിക്കുന്നു. അതാ ശിഷ്യന്മാരോട് പറയുന്നത്. ആ വചനം എടുത്ത് തുറന്ന് പറയുമ്പോൾ തുറന്ന് കാണുക എന്നാ, കണ്ടെന്നാ പറയുന്നു. ആമേൻ. വചനത്തിലൂടെ കർത്താവിനെ കാണാൻ കഴിയുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രോസസ് ഇല്ലാതെ നമുക്ക് പെന്തിക്കോസ്റ്റ് ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രോസസ്സിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നവരോട് പറയുന്നത് എന്താ? ഇതാ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളെ തന്നെ ഒന്ന് നമ്മൾ ശോധന ചെയ്ത് നോക്കി. എവിടെയാ പരാജയപ്പെട്ടെ? എവിടെയാ വീണുപോയി? ഏത് സ്ഥലത്താണ് നമുക്കൊരു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി? ഇനി 39-ാമത്തെ വാക്യം നോക്കിയ വേഴ്സ് 39. ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിനും മാംസവും അസ്ഥിയും ഇല്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് 36 മുതൽ നിങ്ങൾ നോക്കണം. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ആരാ? ശിഷ്യന്മാർ. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്നവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? പ്രൈസ്, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെ ആകുന്നു. എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ട് നോക്കുവേൻ. ആമേൻ. എന്നെ വളരെയധികം സ്പർശിച്ച വാക്ക ടച്ച് ആൻഡ് സീ മീ. ആമേൻ. അതിന് മുമ്പ് കർത്താവ് ഈ 3.5 വർഷം അവർ തൊടാതാണോ നടന്ന്? എത്രയോ പ്രാവശ്യം പാറ്റ് ചെയ്ത് കാണും. എത്രയോ പ്രാവശ്യം പത്രോസൊക്കെ പറയുമ്പോഴേ എടുത്ത് ചാടി സംസാരിക്കുമ്പോൾ കർത്താവ് ഒരു കൊട്ടൊക്കെ കൊടുത്ത് കാണും. ടച്ചൊന്നും ഇല്ലാതിരുന്നതല്ല, അതൊക്കെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആഗ്രഹിക്കുന്നത്, ആമേൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്കൊന്ന് കയറാൻ. ആമേൻ. ദാറ്റ് ഈസ് എ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. കർത്താവിൻ്റെ കൂടെ നടന്ന അനുഭവമല്ല, അതിൽ നിന്നും ആ ഉയർത്തെഴുന്നേറ്റ ഉയർപ്പിൻ്റെ ശക്തിയിലേക്കൊന്ന് കയറാൻ. ടച്ച് ആൻഡ് സീ മീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചറിഞ്ഞവരാ, കർത്താവിനെ പിന്തുടരുന്നവരാ. നമുക്ക് കുറച്ച് വർഷങ്ങളുടെ കണക്കും പറയാനുണ്ടാകാം. പക്ഷേ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥനകളിലൂടെ ഈ ദിവസങ്ങൾ വേർവിട്ടിരിക്കുന്നത് ദൈവദാസന്മാർ, അഭിഷിക്ത ദൈവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ലീഡ് ചെയ്ത് ദൈവസഭയെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? ആ ഉയർപ്പിൻ്റെ ശക്തിയുടെ അനുഭവത്തിലേക്ക് ടച്ച് ആൻഡ് സീ, അതിലേക്കൊന്ന് തൊട്ട്, അതിലേക്കൊന്ന് പ്രവേശിച്ച്, അതിലേക്കൊന്ന് കയറി, അതിനകത്തൂടെ നടന്ന്, ഓ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ഉയർപ്പിൻ്റെ ശക്തിയാൽ നടക്കുന്ന ഒരനുഭവത്തിലേക്ക് കയറാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് പ്രോസസ്. ശിഷ്യന്മാരോട് പറയുക, ഈ പ്രോസസ്സിലൂടെ പോണം. ടച്ച് ആൻഡ് സീ മീ. നിങ്ങൾ എന്നെ തൊട്ട് അനുഭവിച്ചാട്ടെ. അതിലൂടെയാ നിങ്ങൾക്ക് എന്നെ വിളിച്ചു പറയാൻ, എന്റെ സാക്ഷിയാകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ഡേ ഓഫ് പെന്തിക്കോസ്റ്റിലേക്ക് യഹൂദന്മാർ പല രാജ്യങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ അവർ എവിടെയൊക്കെ ചിതറിയിട്ടുണ്ടോ അവരെല്ലാവരും വരും. അതവരുടെ കസ്റ്റമാണ്, നിർബന്ധമാണ്. എല്ലാ മെയിൽസ്, എവറി മെയിൽസ്, എല്ലാ ഫാമിലീസിനും മെയിൽസ് വരണം, യെരുശലേമിൽ വരണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം ഈ വർഷം തോറും ഇങ്ങനെ വരും. ഡേ ഓഫ് പെന്തിക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാഴ്ചത്തേക്ക് പരിപാടിയാണ്. അത് യാത്ര ചെയ്ത് ഇവിടെ വന്ന്
ഈ ചടങ്ങൊക്കെ ചെയ്തിട്ട് പോകും. പക്ഷേ കർത്താവ് പറയുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ഇവിടെ ഇരിക്കണം. കാരണം എന്താ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു യാത്രയുണ്ട്, ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു പോക്കുണ്ട്. ചിലർ പെന്തിക്കോസ്തിൻ്റെ സെലിബ്രേഷന് വേണ്ടി, ട്രഡീഷന് വേണ്ടി യെരൂശലേമിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പെന്തിക്കോസ്ത് നിങ്ങൾ പ്രാപിച്ചിട്ട് പുറത്തു പോകാനുള്ളതാ, പ്രാപിച്ചിട്ട് വിറ്റ്നസ് ചെയ്യാനുള്ളതാ, പ്രാപിച്ചിട്ട് അത് പകർന്നു കൊടുക്കാനുള്ളതാ. ഹല്ലേലൂയ. അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, ടച്ച് ആൻഡ് സീ മീ, എന്നെ തൊട്ടറിയണം. ഉയർത്തെഴുന്നേൽക്ക, ഞാൻ എൻ്റെ സാന്നിധ്യം നിങ്ങൾ തൊട്ടറിയണം. കാരണം എന്താ? നിങ്ങൾ വിറ്റ്നസ് ചെയ്യാനുള്ളവരാ. ദൈവസഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നതാ. ദൈവദാസൻ ഇന്ന് ഇവിടെ നിന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിനോട് പറയാം, കർത്താവ് അത് തന്നെയാണല്ലോ എന്നോട് പറഞ്ഞയച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ദൈവസഭയെ വിറ്റ്നസ് ചെയ്യുന്നവരായി പരിശുദ്ധാത്മാവ് ഒരുക്കി അയക്കുന്ന ദിവസങ്ങളാ വരാൻ പോകുന്നത്. നിങ്ങൾ കയറിയിട്ടില്ലാത്ത വീടുകൾ കയറുവാൻ, നിങ്ങൾ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ വ്യക്തികളോട് സംസാരിക്കുവാൻ, നിങ്ങളുടെ ഓഫീസിലായിക്കൊള്ളട്ടെ, ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്തവരോട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പറയാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തിയാ നിങ്ങളിൽ വ്യാപരിപ്പിച്ച് കർത്താവ് അയക്കാൻ പോകുന്നത്. ടച്ച് ആൻഡ് സീ മീ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തി നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇടത്ത് ചില ഉയർത്തെഴുന്നേൽപ്പുകൾ നടക്കും. നിങ്ങൾ ഇന്ന് വരെ പ്രാർത്ഥിച്ചതുപോലെയല്ല, പ്രാർത്ഥിക്കുന്ന ഇടത്ത് ചില വിടുതലുകൾ സംഭവിക്കും. ചിലരുടെ മരിച്ചു കിടക്കുന്നത് പോലെയുള്ള ചില അനുഭവങ്ങളെ തൊട്ടുണർത്തുവാൻ, നിരാശപ്പെട്ട് കിടക്കുന്ന ചിലരുടെ നിരാശയിൽ നിന്ന് ഒരു ഹോപ്പ് ഉയർത്തെഴുന്നേറ്റ് വരാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞയക്കുന്ന ദിവസങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ പ്രോസസ്സാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടച്ച് ആൻഡ് സീ ഹിം. ആഗ്രഹിച്ചാട്ട് കർത്താവേ, ആ ഉയർപ്പിന്റെ ശക്തി അതെനിക്ക് തൊട്ടറിയത്തക്ക വേണം, അനുഭവിച്ചറിയാൻ തക്ക വേണം. ഞാനത് ആഗ്രഹിക്കുകയാ. Glory to God. Praise the Lord. Hallelujah. ഇനി യോഹന്നാന്റെ സുവിശേഷം എടുത്ത് Gospel of John chapter 20. Verses 19 following. 19ാമത്തെ വാക്യം മുതൽ. ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞുവെന്ന് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഗ്രഹിച്ചിട്ട് ആ നാഴികയിൽ തന്നെ അവന്റെ മേൽ കൈവെപ്പാൻ നോക്കി, എങ്കിലും ജനത്തെ ഭയപ്പെട്ടു. Gospel of John chapter 19. യോഹന്നാന്റെ സുവിശേഷം 19 അല്ല, chapter 20, 20ാമത്തെ അധ്യായം, verses 19 following. 19 മുതൽ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ഇത് ലൂക്കോസ് പറഞ്ഞ കാര്യം തന്നെ യോഹന്നാൻ വീണ്ടും പറയുകയാണ്. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാരോട് യേശു കർത്താവ് അവരെ കാണിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ നടുവിൽ നിന്ന് അവരെ കാണിച്ചിട്ട് ശിഷ്യന്മാരോട് പറയാം, ഐ എം സെൻഡിങ് യു, ഞാൻ നിങ്ങളെ അയക്കുകയാണ്.
പ്രൈസ് ലോർഡ്. എന്നിട്ട് പരിശുദ്ധാത്മാവ് കൈക്കൊള്ളുവേൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ മേലൂതി. എന്നിട്ട് കർത്താവ് അവരോട് പറയുന്നു, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. പാപം മോചിക്കുന്നത് കർത്താവാണ്, കർത്താവിലൂടെയാണ് പാപമോചനം. പക്ഷേ കർത്താവ് പറയുന്നത് എന്താ? ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ റിക്കൺസൈൽ വിത്ത് അതേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? ശിഷ്യന്മാർക്ക് ഗലീലയിൽ നിന്നൊക്കെ വന്നു, കർത്താവിൻ്റെ കൂടെ വന്നതാ. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൽ ദേ ഹാഡ് സം പ്രെജുഡൈസ്. അവരുടേതായ ചില കാര്യങ്ങൾ അവർ കൊണ്ടു നടക്കുക. ചിലരോട് സംസാരിക്കാൻ പറ്റത്തില്ല, ചില നാട്ടിൽ പോകാൻ പറ്റത്തില്ല. ആമേൻ. അവർ ശമരിയയുടെ അടുത്തുകൂടെ പോകുമ്പോൾ ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, കത്തിച്ച് കളഞ്ഞാലോ. കാരണം എന്താ? കർത്താവിൻ്റെ കൂടെ നടന്നാൽ ആ പഴയ കാര്യങ്ങളുണ്ട്, കൾച്ചർ. ആമേൻ. ഞങ്ങളുടേതായ പാരമ്പര്യം, ഞങ്ങളുടെ പൂർവികരുടെ പാരമ്പര്യം, അങ്ങനെ ഇതെല്ലാം കൊണ്ടു നടക്കാം. അപ്പോൾ ഇവർക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല, ചിലരോട് പറയാം. പോവാൻ ഞാൻ ഐ എം സെൻഡിങ് യു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കറിയാം എവിടെ പോകേണ്ടതെന്ന്. ഞങ്ങളുടെ കുടുംബക്കാരോട് പോവാം, അപ്പുറത്തോട്ട് പോകത്തില്ല, ഒരു അതിരുണ്ട്. പക്ഷെ കർത്താവ് പറയാ റീകൺസൈൽ വിത്ത് അതേഴ്സ്. യഥാസ്ഥാനപ്പെടേണ്ടത് എവിടെയാ? ചിലരെക്കുറിച്ചുള്ള നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് എടുത്തു കള. പ്രൈസ് ലോർഡ്. പാപം മോചിക്കാന്ന് പറയുമ്പോൾ കർത്താവ് പറയാ അത് എടുത്ത് കള. പ്രൈസ് ലോർഡ്. ദെൻ ലീഡ് ദം ടു ക്രൈസ്റ്റ്. കർത്താവിലേക്ക് കാണിച്ചു കൊടു, കർത്താവിലേക്ക് ലീഡ് ചെയ്യുക അവരെ. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇങ്ങനെ അവരോട് പറഞ്ഞ് നിൽക്കുമ്പോൾ 24-ാമത്തെ വാക്യം നോക്കിക്കേ. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ദൈവവചന ഭാഗമായത്. തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല, അവിടെ ഇല്ലായിരുന്നു. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ. ഞാൻ അവന്റെ കൈകളിൽ, കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ, ഞങ്ങൾ കണ്ടു, നീ കണ്ടില്ല. പ്രൈസ് ലോർഡ്. എവിടെ പോയി? ഞങ്ങൾക്ക് കിട്ടി ആ ഭാഗ്യം. യു ആർ അബാൻഡൻ, ഗോൺ, യൂസ്ലെസ്. ആമേൻ. പ്രൈസ് ലോർഡ്. ഞങ്ങളൊക്കെ പ്രിവിലേജ്ഡ് ആൾക്കാരാ. വി ഗോട്ട് ഇറ്റ് അല്ലേ? പ്രൈസ് ലോർഡ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് അവരോട് പറയുന്നത്, തോമസിനോട് പറയുന്നത്. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. ഈ കൂടെ നിന്ന ശിഷ്യന്മാർക്കൊന്നും അവരുടെ ചിന്തയിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത ഒരു ഭയങ്കര കാര്യമാണ് തോമസ് പറയുന്നു. നമ്മൾ ഒറ്റയടിക്ക് വേണമെങ്കിൽ പറയും അവൻ അവിശ്വാസിയാണ്. ഞാനിപ്പോൾ അതിനും പഠിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് കേട്ടത് അങ്ങനെയല്ല. അവരൊന്നും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് പറയുന്നത്, തോമസ് പറയുന്നത്. നെക്സ്റ്റ് ലെവലിൽ നിന്നാണ് തോമസ് സംസാരിക്കുന്നത്. എന്ത് പറയുന്നത്? ഞങ്ങൾ കണ്ടെന്ന് പറയുമ്പോൾ തോമസ് പറയുന്ന എന്താ? ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞത് അങ്ങനെയാ, ടച്ച് ആൻഡ് സീ മീ. ശിഷ്യന്മാർ പറഞ്ഞെന്താ? ഞങ്ങൾ കണ്ടു, അടുത്തുനിന്ന് കണ്ടു. തോമസ് പറയാ നോ, നിങ്ങൾ കണ്ടു കാണും, പക്ഷേ എനിക്ക് ടച്ച് ചെയ്യണം. പ്രൈസ് ലോർഡ്. ഇനി നമുക്ക് അവിശ്വാസിയാണെന്ന് തോമസിനെ കുറിച്ച് പറയാൻ പറ്റുമോ എന്നതിന് അടുത്ത വാക്യം നമുക്ക് തെളിവ് വരുന്നുണ്ട്. എന്താ? 24 നോക്കി, 24 കഴിഞ്ഞ് 25 നോക്കിക്കേ. 26. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു.
വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. വീണ്ടും 8 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർ കൂടിയിരിക്കുന്നിടത്ത് യേശു കർത്താവ് വന്നിട്ട് യേശു കർത്താവ് പറയുമ്പോൾ 27, പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. അത് ഒരുമിച്ച് വായിച്ചു വിടരുത്, നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് വേണം വായിക്കാൻ. എന്താണെന്നറിയോ? നോക്കിക്കേ, 27-ാമത്തെ വാക്യം. തോമസിനോട് പറയുക, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക. തോമസ് അവിശ്വാസിയാണെങ്കിൽ കർത്താവ് അപ്പോഴേ റെബ്യൂക്ക് ചെയ്തേനെ. പത്രോസൻ റെബ്യൂക്ക് ചെയ്ത് അറിയാമല്ലോ. പ്രൈസ് ലോർഡ്. ഈ 8 ദിവസത്തിന് ശേഷം വരുമ്പോൾ, ആമേൻ, ഓൾമൈറ്റി ഗോഡ്, ഒംനീഷ്യൻ ഗോഡ്, കർത്താവ് ആരാ? ആമേൻ, സർവജ്ഞാനിയാ. ഈ ശിഷ്യന്മാർ പറഞ്ഞത് എന്താ, ഡയലോഗ് എന്താണെന്നും തോമസ് പറഞ്ഞ എന്താണെന്നും കർത്താവിനറിയാം. ആമേൻ. അവൻ അവിശ്വാസത്തിൽ പറഞ്ഞാണെങ്കിൽ അപ്പോഴേ റെബ്യൂക്ക് ചെയ്തേനെ. പക്ഷേ അവൻ അവസരം കൊടുക്കുക, നീ ആഗ്രഹിച്ചത് ഞാൻ തരുക. മനസ്സിലോ? നീ ചോദിച്ചത്, നീ ഇവരുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ പലരും നിന്നെ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇവൻ എന്താ ഈ ചോദിക്കുന്നത്, ഇവൻ എന്താ ഈ പറയുന്നത്, ഇത്രയും ചോദിക്കാൻ പറ്റുമോ? കർത്താവ് ടച്ച് ആൻഡ് സീ എന്ന് പറഞ്ഞെങ്കിലും ഹൗ ക്യാൻ യു ഡു ദാറ്റ്? നിനക്കെങ്ങനെ പറ്റും? അതിനുള്ള യോഗ്യത ഉണ്ടോ? നീ ആരാ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുക, ആമേൻ, അവൻ ആഗ്രഹിച്ചത് ഞാൻ കൊടുക്കുക. അതുകൊണ്ട് ഗീവ് ഹിം. ആമേൻ. എന്നിട്ട് അടുത്ത ആ സെമി കോളൻ കഴിഞ്ഞുള്ള ഡയലോഗ് ഉണ്ടല്ലോ, യേശു കർത്താവ് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരിങ്ങനെ നോക്കി കാണും. ആമേൻ. അവിശ്വാസി കാരണം തോമസ് ഇത് പറഞ്ഞപ്പോൾ ഇവർ പലരും അവിശ്വസിച്ചിട്ടുണ്ട്. ഇവൻ എന്തായി പറയുന്നു? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇങ്ങനെ നോക്കിയിട്ട് അവിശ്വാസിയാകാതെ കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്ന പ്രോസസ്സ്. ആമേൻ. ഞാനിത് പറയുമ്പോഴും എങ്ങനെ ഉയർപ്പിൻ്റെ ശക്തിയിലേക്ക് എനിക്കൊന്ന് കയറാം, എങ്ങനെ ഞാൻ ടച്ച് ചെയ്യും, എന്നെക്കൊണ്ട് പറ്റുമോ, അതിൻ്റെ അങ്ങനെയൊരു വിറ്റ്നസ് ആകാൻ എന്നെക്കൊണ്ട് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നത്, വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അതാ. യെസ്, ആ പ്രോസസ്സ് ആഗ്രഹിക്കും. വിശ്വസിച്ചാൽ മതി. ആമേൻ. വിശ്വസിക്കുക, അവിശ്വാസിയാകരുത്, വിശ്വസിക്കുക. തോമസിൻ്റെ ആ എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ യേശു കർത്താവ്, ആമേൻ, അവരെ പഠിപ്പിക്കുക. 40 ദിവസം ഞാൻ പറഞ്ഞല്ലോ, എന്തിനാ വീണ്ടും പഠിപ്പിക്കുന്നത്? ആമേൻ. ഇതായിരുന്നു അവരുടെ പ്രശ്നം. എല്ലാം ഒക്കെയാ, ഇത്രയും നാൾ വചനം പഠിച്ചു, പക്ഷേ ഇത്തിരി കൂടെ കയറാനുണ്ട്, ഇത്തിരി കൂടെ കയറാനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവദാസന്മാരുടെ ഹൃദയത്തിൽ ഈ 10 ദിവസം ഇങ്ങനെ പ്രാർത്ഥന വെക്കണമെന്നുള്ള എന്താ ഇങ്ങനെ ഈ ആലോചന വരുന്നത്? പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, നമുക്ക് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. പരിശുദ്ധാത്മാവ് എന്താ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്? വീണ്ടും വീണ്ടും ഇരിക്കണം, രാവും പകലും ഇങ്ങനെ വന്നിരിക്കാൻ നമുക്ക് എന്താ പ്രേരണ തരുന്നത്? പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി ഇത്തിരിയുടെ ആകണമുണ്ട്, ഇത്തിരിയുടെ ആകാനുണ്ട്. എങ്കിലേ ആ പെന്തക്കോസ്തിൻ്റെ പൂർണ്ണത വെളിപ്പെടത്തുള്ളൂ. കർത്താവിൻ്റെ സാക്ഷിയാകാനുള്ള പൂർണ്ണത വെളിപ്പെടുത്തുള്ളൂ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ദൂത് നമുക്കങ്ങ് ഏറ്റെടുക്കാം. കർത്താവേ, അവിശ്വാസം വന്നു പോയിട്ടുണ്ട്. ആമേൻ. ഞാനിപ്പോഴും എന്നോട് തന്നെ പറയാറുണ്ട്,
ആമേൻ. ഞാൻ ഒഴിവാക്കിയല്ല പറയുന്നത്. ആമേൻ. നമ്മുടെ അവിശ്വാസം കൊണ്ടാണ് പലപ്പോഴും ദൈവപ്രവൃത്തിക്ക് തടസ്സങ്ങൾ വരുന്നത്. ആമേൻ. Where do we fail in our lives? Sometimes we fail because of our unbelief. വിശ്വസിക്കാതെ ഇരുന്നത് കൊണ്ട്. നമുക്ക് പറയാം, കർത്താവേ, ഞാൻ കഴിഞ്ഞ നാൾ വിശ്വസിച്ചതുപോലെ അല്ല അന്ധമായി പൂർണ്ണമായി വിശ്വസിക്കുക. ഈ തോമസ് വിശ്വസിച്ചതുപോലെ, തോമസ് പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ കഴിയുമോ? പലപ്പോഴും എൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് പിശാച് പറയും, നിനക്കത് പറ്റത്തില്ല എന്ന്, നിനക്കത് സാധിക്കത്തില്ല എന്ന്. ചിലരുടെ വാക്കുകൾ എന്നെ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. You are not eligible for that. You cannot get into that. You cannot become a minister of the gospel of Jesus Christ. ഇന്ന് പകൽക്കാലം ദൈവമാവ് പറയുന്നു, ചിലർക്ക് മനസ്സിൽ അങ്ങനെ ഒരു തോന്നല, എനിക്ക് സാക്ഷിയാകാൻ കഴിയത്തില്ല. കാരണം ഇങ്ങനെയുള്ള ചില അയോഗ്യതകളുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, സകലതും ക്യാൻസൽ ചെയ്യപ്പെടുന്നു, സകലതും മാറിപ്പോകുന്നു. എല്ലാ യോഗ്യതകളുടെ മുകളിൽ നിൽക്കുന്ന ഒന്നാണ് വിശ്വാസം. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വെളിപ്പെടും. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ദൈവപൈതലെ നിന്നെ ഉപയോഗിക്കുവാൻ. നെക്സ്റ്റ് ലെവലിൽ സംസാരിക്കുക. ഓ, തോമസ് പറഞ്ഞതുപോലെ പറ, ഞാൻ സാധാരണ രീതിയല്ല ആഗ്രഹിക്കുന്നത്. അടുത്ത ലെവലിലേക്കുള്ള എൻ്റെ ശുശ്രൂഷ, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ വിശ്വാസ ജീവിതം, എൻ്റെ ആരാധന ജീവിതം, എൻ്റെ പ്രാർത്ഥനാനുഭവങ്ങൾ, അതാണ് കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയാ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാ, അതിനുവേണ്ടി ഞാൻ ഈ ദിവസങ്ങൾ മെനക്കെട്ട് ദൈവസ്ഥലിൽ വരികയാ. എന്നെ അതിലേക്ക് നയിക്കണമേ. Glory to God. വിശ്വസിക്കുന്ന അനുഭവമാണ് നമ്മളെ റീഅലൈൻ ചെയ്യുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എനിക്ക് തന്ന 2-3 വാക്കുകളാണിത്. ഞാൻ ആദ്യം പറഞ്ഞ ആ പ്രൈസ് ദി ലോർഡ് സ്തോത്രം. പരാജയങ്ങൾ, ഫെയിലിയറൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു റിപ്പൻഡൻസിലേക്ക് വരിക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, റീകൺസിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമുക്ക് റീകൺസിലേഷൻ ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ പറയണം, കർത്താവ് ഞാൻ റീകൺസിൽ ചെയ്യാം. ഏതെങ്കിലും എൻ്റെ ഉള്ളിൽ ചില പ്രെജുഡൈസ്, ചില കാരണങ്ങൾ കാരണം, അത് മാനുഷികമായ ചില കാരണങ്ങൾ കൊണ്ട് ഞാനത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് റീകൺസിലേഷനിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. റീകൺസിലേഷൻ ചെയ്യാതെ നമുക്ക് കർത്താവിനെ വിറ്റ്നസ് ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും കാര്യത്തിൽ എവിടെയെങ്കിലും റീകൺസിലേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, അതിലേക്ക് എത്തണം. അല്ലാതെ നമുക്കൊരു പെന്തിക്കോസ്റ്റ് ഇല്ല, അല്ലാതെ ഒരു ആത്മശക്തിയുടെ മണ്ഡലമില്ല. അത് ദൈവസഭ, ദൈവജനം, നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടുന്ന ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 3-ാമത്തെ ഈ വാക്ക് പറയുന്നത് റീഅലൈൻ ചെയ്യേണ്ടത് എങ്ങനെയാ? വിശ്വാസത്താൽ നമുക്ക് റീഅലൈൻ ചെയ്യപ്പെടട്ടെ. നമ്മുടെ ആരാധനയിലൂടെ, ആ പ്രാർത്ഥനയിലൂടെ റീഅലൈൻ ചെയ്യപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി ഒരു ഭാഗവും കൂടെ. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 21. ആമേൻ. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്, പക്ഷേ നമ്മളതെല്ലാം വായിക്കുന്നില്ല. ചില വാക്യങ്ങൾ മാത്രം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ചാപ്റ്റർ 21 വേഴ്സ് 3, 21-ന്റെ 3-ാമത്തെ വാക്യം നോക്കിക്കേ. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറി പോയി. അപ്പൊ നമ്മുടെ ചിന്ത ഇതായിരുന്നു, 40 ദിവസം ഉയർത്തെഴുന്നേറ്റ് കർത്താവ് വീണ്ടും അവരെ പഠിപ്പിക്കുക. ആമേൻ. 2 ഭാഗങ്ങൾ നമ്മൾ കണ്ടു കർത്താവ് വീണ്ടും പഠിപ്പിച്ചത്. ഈ 3-ാമത്തെ ഭാഗവും കാണുന്നു. ഈ പത്രോസ് പറയുക, ശിഷ്യന്മാരോട് പറയുക, ഞാൻ പോവാ. ആമേൻ. പടക് കയറി ആ രാത്രി ഒന്നും പിടിച്ചില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു, അന്നൊന്നും കിട്ടിയില്ല. ഇനി 4 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞ കർത്താവ് അവരുടെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറയുക, എല്ലാം കിട്ടിയോ?
ശ്രമിച്ചില്ലേ നിങ്ങൾ? ഞാൻ പറഞ്ഞത് അത്രയും ഉൾക്കൊള്ളാതെ ശ്രമിച്ചില്ലേ? എന്നിട്ട് എന്തായി? ഓക്കെ, ഇനി അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവരോട് പറയുന്നു, പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പത്രോസ് തിരിച്ചറിഞ്ഞു കർത്താവാകുന്നു എന്ന് പത്രോസ് കേട്ടിട്ട്, ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. കർത്താവിന് തന്നെ നിൽക്കാൻ കഴിയാതെ പത്രോസ് കടലിൽ ചാടി തൻ്റെ പ്രതികരണം കർത്താവിനോട് അറിയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി 9-ാമത്തെ വാക്യം നോക്കിക്കേ. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അവർ പിടിച്ച മീനൊന്നും അല്ല. മനസ്സിലോ? കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല എന്നറിഞ്ഞ കർത്താവ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. മനസ്സിലോ? അമ്മേ, ആ ക്ഷീണിച്ച അവസ്ഥ അറിഞ്ഞിട്ട് അമ്മേ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക കർത്താവ്. എന്നിട്ട് അവർ ഇറങ്ങി വന്നപ്പോൾ തീക്കനൽ മേൽ അതിന്മേൽ വെച്ചിരിക്കുന്നത് അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പിന്നെ ശീമോൻ പത്രോസ് അത് വായിക്കണം. ഇനി 12-ാമത്തെ വാക്യം. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. ഇനി അവിടെ വെച്ച് അവർ റീകണക്റ്റ് ആവുക. എന്താ? അതുവരെ ഇങ്ങനെ നിന്നു, അങ്ങനെ ഇങ്ങനെ. പ്രൈസ് ലോർഡ്. 4-ാമത്തെ വാക്ക് റീകണക്റ്റ്. ഇവിടെ വീണ്ടും കർത്താവുമായി റീകണക്റ്റ് ആവുക. അവരാരും പിന്നെ ഒന്നും ചോദിച്ചില്ല, ഒന്നും ചോദിക്കാനില്ല. ആമേൻ. വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു. 14-ാമത്തെ വാക്യം പറയുന്നു, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ആമേൻ. പ്രൈസ് ലോർഡ്. കുറേയൊക്കെ ഞങ്ങളെ കൊണ്ടും സാധിക്കുമെന്ന് വിചാരിച്ചായിരുന്നു. we can do something. We can do. Praise Lord. Amen. അതിപ്പോൾ ബോധ്യപ്പെട്ടു, നോ, ഒന്നും സാധിക്കത്തില്ല. പ്രൈസ് ലോർഡ്. ബട്ട് അവർക്കൊരു കാര്യം തിരിച്ചറിഞ്ഞു, ഒന്നുമില്ല എന്ന് ഇരിക്കുമ്പോഴും കർത്താവ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അതവരെ റീകണക്റ്റ് ചെയ്യിപ്പിച്ചു. ദൈവമക്കളെ, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ചിലർ പറയും ചിലതൊക്കെ ആകട്ടെ, പ്രൈസ് ലോർഡ്, എന്നിട്ട് ഞാൻ നോക്കാം. I want to do something for the Lord. I want to do ministry. I want to witness Christ. But let me see. ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, how can I say because I am not having any experience, I am not getting a testimony, I am not getting a miracle, then how can I say about others? About Jesus will do miracle for you. Praise the Lord. ഒന്നുമില്ലാതിരിക്കുമ്പോഴും പറഞ്ഞാൽ നമ്മൾ കാണും കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നത്, പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മൾ കാണും. So witness Christ before you receive it. Praise the Lord. Praise the Lord. അതിനാണ് ഈ റീകണക്ഷൻ്റെ ആവശ്യം. Praise the Lord. സാധാരണ കണക്ഷനിൽ നമ്മൾ ഈ ശിഷ്യന്മാർ ആദ്യം ചെയ്തപോലെ അതിലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കർത്താവ് പറയുന്നത് അല്ല, റീകണക്റ്റ് ചെയ്യുക. പിന്നെ ശിഷ്യന്മാർക്ക് ഒന്നും പറയാനില്ല, കഴിഞ്ഞു. ഞങ്ങൾക്ക് ബോധ്യമായി കർത്താവ് എങ്ങനെയാണ് പഠിപ്പിച്ച ദൃഷ്ടാന്തങ്ങളിലൂടെ അതുവരെ പഠിപ്പിച്ചതുപോലെയല്ല ചെയ്ത് കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, റീകണക്റ്റ്. എന്തിനാ? എവിടെയോ ഒരു വിട്ടുപോയി, ഒരു കണക്ഷൻ വിട്ടുപോയത്. ഏതാ? ഒരു വിഷമം.
പ്രൈസ്. കണ്ണുകളെ ദിവസം അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. ഒരു വിഷമം, എവിടെയോ ഒരു വിഷമം, പ്രൈസ്, ഒരു ഭാരം, അത് ഒരു ഭാരം കിടക്കുന്നത് കൊണ്ട് ഞാൻ എങ്ങനെ പറയും, ഞാൻ എങ്ങനെ വിറ്റ്നസ് ചെയ്യും, ഞാൻ എങ്ങനെ എനിക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും, എങ്ങനെ കർത്താവിൻ്റെ സാക്ഷിയാകാൻ കഴിയും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു പരാജയം എൻ്റെ ഉള്ളിൽ കിടക്കുന്നു. ഹുരബല ശൗരബ, ഒരു വേദന എൻ്റെ ഉള്ളിൽ കിടക്കുന്നു. ഞാനത് പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പിശാച് ഇത് ഓർപ്പിക്കുകയാണ്. നീ ഫെയിലായില്ലേ, നീ തകർക്കപ്പെട്ടില്ലേ, നീ തളർന്നു പോയില്ലേ, പിന്നെ എങ്ങനെ നിനക്ക് മുന്നോട്ട് വന്ന് ചെയ്യാൻ കഴിയും, എങ്ങനെ ദൈവശക്തിയുടെ അനുഭവത്തിൽ കർത്താവിൻ്റെ സാക്ഷിയാകാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നത് റീകണക്ഷനിലൂടെയാണ്. റീകണക്ട് ചെയ്യപ്പെടുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പറയാം, കർത്താവേ, യെസ്, ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആകട്ടെ, എന്നിട്ട് എനിക്കൊണ്ട് പറ്റത്തില്ല, ആയാൽ ഞാൻ ചെയ്യാം. പക്ഷേ ഞാൻ അത് തിരിച്ചറിഞ്ഞില്ല. എനിക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്, എൻ്റെ മുമ്പിൽ ദൈവപ്രവൃത്തികൾ ഉള്ളത് ഞാൻ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ഏറ്റുപറയുന്നു, ഒരു റീകണക്ഷനിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഹുരബലക ശൗരാലിയാറകൾ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അപ്പൻ്റെ സ്നേഹം. മക്കളെ എങ്ങോട്ടാ പോയത്, എവിടേക്കാ പോയതെന്ന് തിരിച്ചറിയുന്ന അപ്പൻ. ഇല്ല, എനിക്ക് നിങ്ങളെ വിട്ടുകളയാൻ കഴിയത്തില്ല. ഈ യെരൂശലേമിൽ നിന്ന് നിങ്ങൾ പോകേണ്ടവരാ, എൻ്റെ സാക്ഷിയായി പോകേണ്ടവരാ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് പോകേണ്ടവരാ. 3000-ഉം 5000-ഉം അല്ല, അതിനപ്പുറത്തായി 10,000-ങ്ങളോട്, ലക്ഷങ്ങളോട് സംസാരിക്കേണ്ടവരാ. അതിനുവേണ്ടി അഭിഷേകത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾ പോകേണ്ടവരാ. എനിക്ക് നിങ്ങളെ വിട്ടുകളയാൻ കഴിയത്തില്ല. നിങ്ങളുടെ ക്ഷീണത്തിൻ്റെ അവസ്ഥയിൽ എനിക്കിവിടെ നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കി വെക്കാൻ കഴിയുന്നുണ്ട്. കാണാൻ കഴിയുമോ? വന്ന് പ്രാപിക്കാൻ കഴിയുമോ? ഞാൻ ഒരുക്കി വെച്ചത് സ്വീകരിക്കാൻ കഴിയുമോ? അത് നിങ്ങളെ 1000-ങ്ങളല്ല 10,000-ങ്ങളിലേക്ക്, ലക്ഷങ്ങളിലേക്ക് എത്തിക്കുന്ന ദൈവപ്രവൃത്തിയായി മാറും. നിങ്ങളുടെ സാക്ഷ്യം അതിനു വേണ്ടിയുള്ളതാ, നിങ്ങളുടെ ജീവിതം അതിനു വേണ്ടിയുള്ളതാ, നിങ്ങളുടെ മിറക്കിൾ അതിനു വേണ്ടിയുള്ളതാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരൊക്കെയോ ആഹ്വാനം ചെയ്യുന്നുണ്ട്. കർത്താവ് ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. കർത്താവ് ഏതൊക്കെയോ കുടുംബങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരെ ഒരുക്കുന്നുണ്ട്. പ്രോസസ്സിൽ തളർന്നു പോകരുത്. ഈ പ്രോസസ്സിന് അപ്പുറത്തായി പരിശുദ്ധാത്മാവിന് ഒരു വലിയ പ്രവൃത്തി നിന്നിലൂടെ, നിന്റെ കുടുംബത്തിലൂടെ പൂർത്തീകരിക്കാനുണ്ട്. A day of Pentecost is waiting for you. A day of Pentecost that you become a witness. നീ ഒരു വലിയ സാക്ഷിയാകുന്ന ദൈവ പ്രവൃത്തിയുടെ ദിവസമുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു പ്രോസസ്.
ദൈവസന്നിധിയിൽ ഏറ്റുപറയാം, എവിടെയാ ഞാൻ പരാജയപ്പെട്ടത്, എവിടെയാ ഞാൻ ക്ഷീണിച്ചു പോയത്. പിശാചി എൻ്റെ ഏത് കാര്യമെടുത്ത എന്നെ ക്ഷീണിപ്പിക്കാൻ ശ്രമിച്ചത്, ഏത് പരാജയമായി എന്നെ ഓർപ്പിച്ചത്, ഇന്ന് പകൽ ഞാൻ അതിനെ ഓവർകം ചെയ്യുക. കാരണം കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല, കർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, കർത്താവ് എന്നെ തേടി വരുന്നുണ്ട്. അവൻ എനിക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്, എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചത്, അത് സ്വീകരിക്കുവാൻ ഞാൻ ഇന്ന് തയ്യാറാണ്. അതിനെ ഓവർകം ചെയ്യുന്ന ദൈവപ്രവൃത്തി നടക്കട്ടെ. റിപ്പന്റ് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ അത് ചെയ്താട്ട്. ആവശ്യമുള്ളിടത്ത് അത് പറഞ്ഞാട്ട്, കർത്താവേ ഞാൻ ഏറ്റുപറയുക, എന്നോട് ക്ഷമിക്കണമേ. റിയലൈൻ ചെയ്യപ്പെടേണ്ടത്, വിട്ടുപോയിട്ടുള്ളത്, റീകണക്ഷൻ വേണ്ടത് പറഞ്ഞാട്ടെ, വാവിട്ട് പറഞ്ഞാട്ടെ. എൻ്റെ കർത്താവേ എനിക്കത് ആവശ്യമാ, അതിനു വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിച്ചു തരിക. ദൈവത്തില് നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്, നിന്റെ കുടുംബത്തെ കർത്താവിന് ആവശ്യമുണ്ട്. നിന്നെ തള്ളിക്കളയുവാൻ അവർ ഒരുക്കമല്ല, നിന്നെ കൈവിട്ട് കളയാൻ കർത്താവിന് കഴിയത്തില്ല. നിന്റെ മനസ്സിലെ ആകുല ചിന്തകൾ ഇന്ന് പകൽക്കാലം എടുത്തു മാറ്റുവാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാ. നാളുകളായി ഭാരപ്പെടുത്തുന്ന, നാളുകളായി ചിന്തിപ്പിച്ച വിഷയം അത് നിന്നെ മുന്നോട്ട് വിടാതെ പലപ്പോഴും പുറകോട്ട് വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഒരു പ്രവൃത്തി ചെയ്യുകയാ. കർത്താവ് പറയുന്നു, ഞാൻ ചിലത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാ, നിന്നെ അതിലേക്ക് നടത്തുവാൻ, നിന്നെ അതിലേക്ക് കൊണ്ടുപോകാൻ. പ്രോസസ്സിലൂടെ നീ കടന്നു പോകുമ്പോൾ അത് പരാജയമല്ല, അത് നിന്നെ പ്രിപ്പയർ ചെയ്യുകയാ. Leading to Pentecost. ഇന്ന് പകൽക്കാലം പ്രോസസ് ടു പെന്റിക്കോസ്റ്റ്. പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രോസസ്സിന്റെ ഭയപ്പെടേണ്ട, പ്രോസസ്സിനെ ഭാരപ്പെടേണ്ട, പ്രോസസ്സിനെ ചോദ്യം ചെയ്യേണ്ട. പ്രോസസ്സിനെ സംശയിക്കേണ്ട. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഈ പ്രോസസ്സിന്റെ അപ്പുറത്ത് കർത്താവ് പ്രിപ്പയർ ചെയ്ത് കാണത്തുള്ളൂ. ടച്ച് ആൻഡ് സീം. ഫെയ്ത്ത് ഓപ്പറേഷന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കയറട്ടെ. വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന അനുഭവത്തിന്റെ അടുത്ത പടിയിലേക്ക് കയറട്ടെ. സ്റ്റെപ്പുകൾ കയറുന്ന വിശ്വാസത്തിന്റെ പടികൾ ചലിക്കുന്ന വിശ്വാസത്തിന്റെ പടികളിൽ മുകളിലേക്ക് കയറുന്ന അനുഭവം വെളിപ്പെടട്ടെ. അവിടെയാ പെന്റിക്കോസ്റ്റ് വെളിപ്പെടുന്നത്, അവിടെയാ പെന്റിക്കോസ്റ്റ് വെളിപ്പെടുന്നത്, അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. യഹൂദന്മാരുടെ പാരമ്പര്യത്തിന്റെ പെന്റിക്കോസ്റ്റ് അല്ല, കർത്താവ് ആഗ്രഹിച്ച പെന്റിക്കോസ്റ്റിലേക്ക് ശിഷ്യന്മാരെ പ്രോസസ് ചെയ്തെടുക്കുകയാ. മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു പെന്റിക്കോസ്റ്റ് അല്ല, പാരമ്പര്യത്തിൻ്റെ ഒരു അനുഭവമല്ല, ട്രഡിഷന്റെ അനുഭവമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പെന്റിക്കോസ്റ്റ്, അതിലേക്ക് നിന്നെ നടത്തുവാൻ, അതിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ, അതിലേക്ക് നിന്നെ കയറ്റി നിർത്തുവാൻ ദൈവത്തിന്റെ പദ്ധതി തുറന്നു വച്ചിരിക്കുകയാണ്.
I can see open doors before you. പരിശുദ്ധാത്മാവ് പറയുന്നു തുറന്ന വാതിൽ. പരിശുദ്ധാത്മാവ് പറയുന്നു തുറന്ന വാതിൽ നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നു. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത തുറന്ന വാതിൽ സ്വർഗം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതിലേക്ക് പ്രവേശിപ്പിക്കുന്ന പദ്ധതിയാണ് സ്വർഗത്തിനുള്ളത്. ചില പാരമ്പര്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നും എന്തിനാ പരിശുദ്ധാത്മാവ് നിന്നെ പറിച്ചത്, എന്തിനാ പുറത്തു കൊണ്ടുവന്നത്? പാരമ്പര്യ രീതികളിൽ നിന്നും, പാരമ്പര്യ ആചാരങ്ങളിൽ നിന്നും, പാരമ്പര്യ അനുഭവങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് എന്തിനാ? ശരിയായ പെന്തിക്കോസ്തിൻ്റെ അനുഭവത്തിൽ നടത്താൻ വേണ്ടിയാ. ഷബറോലോ ഖുറബാലി ഹോർ ശുബോരിയാറവബല യേശു കർത്താവിൻ്റെ ഹാലേലൂയ തൊട്ടറിയട്ടെ എന്ന് ആഗ്രഹിച്ച, തൊട്ടറിയട്ടെ എന്ന് പറഞ്ഞ തോമസ് ഹാലേലൂയ വിളിച്ചു പറയുന്നുണ്ട്. അതുവരെ ആരും ഒരു ശിഷ്യനും പറയാത്ത ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ. തൊട്ടറിഞ്ഞവൻ പറയും, തൊട്ടറിഞ്ഞവൻ ആ റെവലേഷൻ കിട്ടും, തൊട്ടറിഞ്ഞവൻ വിളിച്ചു പറയും. മറ്റുള്ളവർ പറയാത്തൊരു കാര്യം, മറ്റുള്ളവർ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, മറ്റുള്ളവർ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുന്നു. നിന്നെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും പറയുന്നത് പോലെ പറയാനല്ല, എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല. പുതിയ ഒരു അനുഭവത്തിൽ, ഒരു പുതിയ റെവലേഷനിലൂടെ, ഒരു പുത്തൻ അനുഭവത്തിലൂടെ, പെന്തക്കോസ്തിന്റെ പുതിയ തലങ്ങൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിന്നെ ഒരുക്കുന്ന ദിവസങ്ങളാണിത്. പാരമ്പര്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് അത് തുടരാനല്ല, അത് ബ്രേക്ക് ഇട്ടിട്ട് പുതിയ അനുഭവം, പെന്തക്കോസ്തിൻ്റെ പുതിയ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അനുഭവങ്ങൾ പ്രാപിക്കാനാ. പാരമ്പര്യത്തിൽ പുറത്തു വന്നതിൽ അഭിമാനിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. പാരമ്പര്യത്തിൽ പുറത്തു വന്നത് പറയണം. അത് ശരിക്കുള്ള പെന്തക്കോസ്ത് ആയിരുന്നില്ല, അത് പെന്തക്കോസ്ത് അല്ല, അത് ആചാരമാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അനുഭവം, കർത്താവ് ആഗ്രഹിക്കുന്ന പെന്തക്കോസ്ത്, അതിനുവേണ്ടിയുള്ള പ്രോസസ്സിലൂടെ നടന്നു പോകാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. ദൈവത്തിൽ വാവിട്ട് പറയാ, കർത്താവേ ഹല്ലേലൂയ, എനിക്ക് വേണം ആ റിപ്പൻഡൻസ്, എനിക്ക് വേണം അതാ, എനിക്ക് വേണം ആ റിക്കൺസിലിയേഷൻ, എനിക്ക് ആവശ്യമാ കർത്താവേ, എനിക്ക് ആ റിയലൈനിങ് വേണം കർത്താവേ, എനിക്ക് ആ റീകണക്ഷൻ വേണം അപ്പാ. ഹല്ലേലൂയ. ഒന്നും മിണ്ടാതെ പൂർണ്ണ ബോധ്യത്തോടെ നടക്കുന്ന ഒരു അനുഭവം എനിക്ക് വേണം കർത്താവേ. അവിടെയാണല്ലോ പെന്തക്കോസ്തിന്റെ ആ പ്രോസസ് പൂർത്തിയാക്കപ്പെടുന്നത്. ആ പ്രോസസ്സിലൂടെ ഞാൻ നടന്നു പോകുമ്പോ, ആ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോകുമ്പോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ അതിലൂടെ നടത്തി പുറത്തു കൊണ്ടുവരണമേ. ഇന്ന് പകൽക്കാലം വാവിട്ട് പറഞ്ഞാട്ട്, ദൈവത്തിൽ പറഞ്ഞാട്ട്, ഐ നീഡ് ദ റിപ്പൻഡൻസ് ലോർഡ്, ഐ നീഡ് ദ റിക്കൺസിലിയേഷൻ ലോർഡ്, ഐ നീഡ് ഇറ്റ്, ഐ നീഡ് ഇറ്റ്, ഐ നീഡ് എ റിയലൈൻമെന്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഐ നീഡ് എ റീകണക്ഷൻ Lord. I want to see what God has prepared for me. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് കാണത്തക്കവണ്ണം എൻ്റെ കണ്ണ് തുറക്കണമേ. പിശാച് കാണിച്ചത് കണ്ട് നിരാശപ്പെട്ടു പോയ മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന കാണത്തക്കവണ്ണം കണ്ണുകൾ തുറക്കട്ടെ, വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കട്ടെ, ആത്മമണ്ഡലത്തിന്റെ കണ്ണ് തുറക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ആ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ടച്ച് ചെയ്യപ്പെടാൻ, കേറി നിൽക്കാൻ തക്കവണ്ണം, അരികിലേക്ക് നിൽക്കാൻ തക്കവണ്ണം, കൂടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
കർത്താവേ. അല്പം കൂടെ കൂടുതലായി അടുക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. അതിനു വേണ്ടി ഞാൻ ഒന്നുകൂടെ ചേർന്ന് നിൽക്കാം. എനിക്ക് തൊടണം കർത്താവേ. യെസ് റീബോ റീബോ റിവക്കര ദിയാരവല കൃപ പ്രാപിക്കുന്നതിന്, ആത്മശക്തിയുടെ അനുഭവം പ്രാപിക്കുന്നതിന്, റെവലേഷൻ പ്രാപിക്കുന്നതിന്. നോ കമ്പാരിസൺ, ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യണ്ട. അവർക്കില്ലാത്തത് എനിക്ക് കിട്ടുമോ? അവർക്കില്ലാത്ത റെവലേഷൻ എനിക്ക് ലഭിക്കുമോ? അവർക്കില്ലാത്ത ശുശ്രൂഷ എനിക്ക് കിട്ടുമോ? അവർക്കില്ലാത്ത ആത്മശക്തി എനിക്ക് ലഭിക്കുമോ? പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത ആ ദാനം എനിക്ക് ലഭിക്കുമോ? അത് കഴിയുമോ? അവർക്ക് കിട്ടുന്നില്ലല്ലോ, അതെനിക്ക് കിട്ടുമോ? ആ ചോദ്യം വേണ്ട. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അവരിൽ നിന്നും വ്യത്യസ്തനായി ചോദിക്കാൻ തയ്യാറായാൽ, ആരിൽ നിന്നും വ്യത്യസ്തതയോട് കർത്താവിനോട് ചോദിക്കാൻ തയ്യാറായാൽ അവൻ നിന്നെ നിറയ്ക്കും, അവൻ നിനക്ക് തരും. തോമസ് ആഗ്രഹിച്ചത് കൊടുത്തെങ്കിൽ, തോമസ് പറഞ്ഞത് കൊടുത്തെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറയുന്നു, മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ചിലത് നിനക്ക് ലഭിക്കാൻ, ചില റെവലേഷൻസ്, വചനത്തിന്റെ വെളിപ്പാട് നിനക്ക് ലഭിക്കാൻ തക്കമാണ്. ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ തുറന്നു വരിക. കർത്താവേ, എനിക്കങ്ങനെ വേണം. ഞാൻ ഇനി കമ്പയർ ചെയ്യുന്നില്ല, ഞാൻ ഇനി കമ്പാരിസൺ ചെയ്യത്തില്ല. I don't want to compare with others. I want to receive it from you, Lord. എനിക്ക് അങ്ങിൽ നിന്നും പ്രാപിക്കണം. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം സ്വീകരിച്ചാട്ട്, ഇന്ന് പകൽക്കാലം ഏറ്റെടുത്താട്ട്. അത് വേദനയുള്ളൊരു പ്രോസസ്സാണ്, അത് വിഷമം തരുന്നൊരു പ്രോസസ്സാണ്. വീണ്ടും പഠിപ്പിക്കുന്നല്ലോ എന്ന് തോന്നുന്നൊരനുഭവമാ. ശിഷ്യന്മാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം. ഞങ്ങൾ പഠിച്ചതല്ലേ, 3.5 വർഷം നടന്നതല്ലേ, പിന്നെയും ഞങ്ങളെ പഠിപ്പിക്കണം. പരാജയം ഞാൻ കണ്ടിട്ട കർത്താവരോട് പറയുക, ഞാൻ കണ്ടു, എന്നാൽ നിങ്ങളെ ഞാൻ തള്ളിക്കളയത്തില്ല. എനിക്ക് നിങ്ങളെ വേണം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ വേണം. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ പ്രോസസ്സിലൂടെ നടത്തുക. ഇന്ന് പകൽക്കാലം ആത്മാവ് ദൂത് പറയുന്നു, അവൻ തള്ളിക്കളയത്തില്ല, അവൻ ഏറ്റെടുക്കുക, അവൻ നിന്നെ വീണ്ടും ഏറ്റെടുക്കുക, അവൻ നിന്നെ വീണ്ടും സ്വീകരിക്കുക. ആവശ്യമുണ്ടെന്ന് പറയുക, എനിക്ക് വേണമെന്ന് പറയുക, എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറയുക. ആഗ്രഹിച്ചിട്ടും ദൈവമാവ് ദൂത് പറയുക, നാളുകളായി ആഗ്രഹിച്ചിട്ടും എനിക്ക് കർത്താവിനെ വിറ്റ്നസ് ചെയ്യണം, എനിക്ക് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം എന്ന പല കാരണങ്ങൾ കൊണ്ട് കഴിയാതെ അയ്യോ എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ദൈവമാവ് ദൂത് പറയുന്നു, നിന്നോട് തന്നെ പറയുക, നിന്നെ തള്ളിക്കളയത്തില്ല. പരാജയങ്ങളും അയ്യോ കഴിഞ്ഞില്ല എന്ന് തോന്നലും ഇന്ന് പകൽ മാറ്റിവെച്ചിട്ട് പുതിയ ഒരു കാര്യത്തിനായി, പുതിയൊരു അനുഭവത്തിനായി, പുതിയതായി കർത്താവ് പ്രിപ്പയർ ചെയ്തതിനായി കണ്ണ് തുറന്ന്, ആത്മമണ്ഡലങ്ങൾ തുറന്ന് അത് സ്വീകരിക്കുവാൻ നീ തയ്യാറായിക്കോ. പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു.